UP എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇന്ത്യ സഖ്യത്തിന് 41 സീറ്റ് കിട്ടും എന്ന് വളരെ കൃത്യമായി പലപ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തവരും ഒക്കെ പ്രതികരിച്ചപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് ആളുകൾ കേട്ടത്. ചർച്ച നയിച്ചവരാവട്ടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാകട്ടെ എല്ലാവരും പുച്ഛിക്കുകയായിരുന്നു. പക്ഷേ 41 സീറ്റ് 80-ൽ 41 ആർജിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. അയോധ്യ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് നാം കണ്ടു. മോഡി എന്തുകൊണ്ടാണ് വാരണാസി തിരഞ്ഞെടുത്തത്? ഗുജറാത്ത് വിട്ടിട്ട്, വഡോദര വിട്ടിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വലിയ തിളക്കമാർന്നൊരു വിജയമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. വാരണാസി ജില്ലയിലെ 12 ലോക്സഭാ മണ്ഡലത്തിൽ 9 ഇടത്തും ജയിച്ചത് ഇന്ത്യ സഖ്യമാണ്. അപ്പോൾ സംശയത്തിന് ബലം നൽകുന്ന കാതലായ കാര്യമാണ് വാരണാസി. വാരണാസി മാത്രമല്ലല്ലോ, അമിത്ഷാ മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വരുന്ന കണക്കുകൾ പ്രകാരം 30,000-ത്തിലധികം കൃത്രിമ വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരുന്നു എന്ന് വളരെ കൃത്യമായ പഠനം പൂർത്തിയായി കഴിഞ്ഞു. മഹാദേവപുരം മാത്രം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ 60 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, 100ഓളം മണ്ഡലങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ 60 മണ്ഡലങ്ങളിലെ പഠനം സമാന സ്വഭാവത്തിൽ നടക്കുകയാണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണന കൊടുത്തിരിക്കുന്ന വാരണാസിക്കും അതുപോലെ തന്നെ അമിത്ഷായുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഗുജറാത്തിലുമാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് അനുസരിച്ച് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ രേഖകൾ സഹിതം ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് വെറുതെ ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നതോ ഒരു പൊതുസമ്മേളനത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കാൻ മടിക്കുന്നത്? എന്തുകൊണ്ടായിരുന്നു? ഇതൊക്കെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ട്. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ,